ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഡിജി ലോക്കറിലേക്കായിരിക്കും നമുക്ക് ആക്സസ് വരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ ഫയൽസും ഡിജി ലോക്കറിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. അപ്പം ചിലർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു എറർ വന്നിട്ടുണ്ടാകും നമ്മൾ ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പം വെരിഫൈ നൗ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആധാർ കാർഡ് നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുത്താൽ നമ്മൾ എന്തെടുത്താലും നമ്മൾ കണ്ടോ ആധാർ കാർഡ് വെരിഫൈ ചെയ്ത് കൊടുക്കാനാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ വെരിഫൈ ആയെന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് മെസ്സേജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ വെരിഫൈ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ ആധാർ നമ്പർ കൊടുക്കുവാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി തന്നെ വെരിഫൈ കൊടുക്കുമ്പോൾ ആധാർ നമ്പർ ഓൾറെഡി രജിസ്റ്റേർഡ് വിത്ത് ഡിജി ലോക്കർ, യു ക്യാൻ ആക്സസ് യുവർ അക്കൗണ്ട്, ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത്. അപ്പം അവസാനം വരെ കാണുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴെ മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഹോം, സെർച്ച്, ഇഷ്യൂഡ്, മെനു. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ വന്നിട്ട് ലോഗൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഡിജി ലോക്കർ ഓൾറെഡി ലോഗൗട്ട് ആയിട്ടുണ്ട്. ലോഗൗട്ട് ആകുമ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മൾ സൈനിങ്. അപ്പോൾ നമ്മൾ സൈനിങ് കൊടുക്കുക. സൈനിങ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ ഉണ്ട്, യൂസർ നെയിം ഉണ്ട്, ആധാർ നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആധാർ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഏതാണോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ എൻ്റെ ആധാർ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പുതിയ സൈനപ്പ് ചെയ്യണം താഴെ. ഇപ്പോൾ ഇത് അറിയത്തില്ലാത്തവർക്ക് ഞാൻ അതൊരു വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം ഇതെങ്ങനെയാണ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി തന്നെ ഇതിനകത്തേക്ക് ഒരു OTP വരും നമ്മുടെ ഫോൺ നമ്പറിലേക്ക്. ആ ഫോൺ നമ്പർ ഓൾറെഡി തന്നെ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. അപ്പോൾ ഒരു OTP വരും. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് കുറച്ച് മിനിറ്റ് എടുക്കും. അപ്പം റീഫ്രഷോ ക്ലോസോ ചെയ്യില്ലെന്നാണ് ഇത് ഡീറ്റെയിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എനിക്ക് OTP വന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നേരം എടുക്കും. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ OTP വന്നിട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഡിജി ലോക്കറിൻ്റെ ഒരു പിൻ സെറ്റ് ചെയ്തിട്ടില്ലേ, നമുക്കൊരു ഓപ്പൺ ചെയ്ത് വരാം. ആ പിന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ പിന്നാണ് കൊടുക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പിന്നൊന്ന് കൊടുക്കുക. ഞാൻ ഓൾറെഡി തന്നെ എൻ്റെ പിന്ന് ഞാൻ കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നോക്കിയേ, ഇപ്പം അതിൻ്റെ തൊട്ട് സൈഡിൽ നമ്മുടെ ആധാർ കാർഡിലെ ആ സെയിം ഇമേജും നമ്മുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ആ എറർ നമുക്ക് മാറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഓൾറെഡി തന്നെ പ്രചോദനമാവും ഇങ്ങനത്തുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിന് വരെ ഓക്കെ, ബൈ.